ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടും തക്കാളി ഉപയോഗിച്ചിട്ടൊക്കെ ചക്കട്ടിനി ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിക്കൻ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ചട്ടിനിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഇത് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയുള്ളത് തന്നെയാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഒരു 15 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചൂടായ പാനിലേക്ക് ഞാനൊരു 20ഓളം വറ്റൽ മുളക്, റൗണ്ട് ടൈപ്പുള്ള വറ്റൽ മുളകാണ് എൻ്റെ അടുത്തുള്ളത്. നിങ്ങളുടെ അടുത്ത് നീളത്തിലുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8 മുതൽ 10 വരെ മതി, എരിവിനനുസരിച്ച് എടുക്കുക. അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്, അത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കിയെടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കന് ഓരോന്നായി ഇതിലിട്ട് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 20ഓളം ചെറുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വറ്റൽ മുളക്, അതേപോലെ ഈ ഒരു സൈസിലുള്ള ഇഞ്ചി ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയിലുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ സൈസ് പുളി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതിവിടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഇവിടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഭാഗവും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ ഈ ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ഷാലോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. 2 ഭാഗവും ഇപ്പോൾ ഇവിടെ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിൽ നിന്നും മാറ്റാം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എല്ലൊക്കെ കളഞ്ഞ് അതിൻ്റെ മീറ്റ് മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഇത് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് പിന്നെ പൾസ് ബട്ടണിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതിൽ മുന്നേ ഒരു 3-4 പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്യുക. ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലേക്ക് നമ്മൾ നേരത്തെ അതായത് ജസ്റ്റ് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വറ്റൽ മുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്, അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും ആ ഒരു പച്ചമുളകിൻ്റെ മിക്സ് അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ആകുന്നതോടുകൂടി നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ചമ്മന്തിയാണിത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് എൻ്റെ എരിവ് കൂട്ടിയും കുറച്ചും എടുക്കുക. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ചമ്മന്തിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ പെട്ടെന്ന് നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കാൻ മടിച്ച് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതേപോലെ ആക്കി എടുത്താൽ മതി. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.